സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിൽ മലക്കം മറിഞ്ഞ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. സ്വന്തം നിലയിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞതെന്നാണ് വിശദീകരണം. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പമാണെന്നും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് പറഞ്ഞു. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞുണ്ട്. ജംഷീർ, എന്തൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്? ഹരി, അല്പം മുമ്പായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലർ മുസ്ലിം ലീഗ് പുറത്തിറക്കിയിരുന്നത്, ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയിരുന്നത്. അബ്ദുൽ ഹമീദ് മാഷ് അത് സൈൻ ചെയ്ത മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒരു സർക്കുലറായി പുറത്തിറക്കിയിരുന്നത് ഈ സദസ്സുമായി, വികസന സദസ്സുമായി സഹകരിക്കുമെന്നും അത് മാറി നിൽക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു ആ സർക്കുലർ പറഞ്ഞിരുന്നത്. അത് വലിയ തരത്തിൽ വാർത്തയാവുകയും വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു മലപ്പുറത്ത് മുൻ UDF കൺവീനറായിരുന്ന MM ഹസൻ അടക്കമുള്ളവർ വരുന്നതും ഇത്തരത്തിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. UDF സംസ്ഥാന തലത്തിൽ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് അതിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഉന്നത നേതാക്കൾ ഇടപെട്ട് തിരുത്തൽ വരുത്തുമെന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. നിമിഷങ്ങൾക്കകമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി മലക്കം പറഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറയുന്നത് ഇത് ഈ സദസ്സ്, അതായത് സർക്കാരിന്റെ സദസ്സുമായി സഹകരിക്കുമെന്നല്ല പറഞ്ഞിരുന്നത്. മുസ്ലിം ലീഗ് സെപ്പറേറ്റ് ആയി പ്രാദേശിക ഭരണകൂടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സദസ്സ് സംഘടിപ്പിക്കുമെന്ന കാര്യമാണ് പറഞ്ഞത്. UDFന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ UDF സഹകരിക്കില്ലെന്ന് പറഞ്ഞൊരു തീരുമാനത്തോട് മുസ്ലിം ലീഗ് ഒരിക്കലും മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഒരിക്കലും അതിനോട് യോജിക്കുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ സർക്കുലർ അത് മുസ്ലിം ലീഗിന് തന്നെയാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ താൻ തിരുവനന്തപുരത്തായിരുന്നു ഈ സർക്കുലർ ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തി ഇറക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, നേരത്തെ മുസ്ലിം ലീഗ് ഇതുമായി മുന്നോട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് സംസ്ഥാന നേതൃത്വം UDFന്റെ കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇതിനകത്തൊരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. ഈ സർക്കുലർ അത്തരത്തിലുള്ളൊരു സർക്കുലർ അല്ല. മുസ്ലിം ലീഗിന്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ UDFന്റെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി സർക്കാരിന്റെ സദസ്സിനൊപ്പം സഹകരിക്കുകയല്ല, പകരം സെപ്പറേറ്റ് ആയി മുസ്ലിം ലീഗ് ഒരു സദസ്സ് സംഘടിപ്പിക്കും. വിവിധങ്ങളായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പരിപാടികൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയാണ് ഇത്, അത്തരത്തിലുള്ള പദ്ധതിയാണ്. പക്ഷേ ഈ സർക്കുലറിൽ ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അബ്ദുൽ ഹമീദ് മാഷ് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ മാധ്യമങ്ങളെ കാണും. എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം തിരുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹരി.